മഴ കാരണം കൊണ്ട് സ്കൂളില്ലാത്തത് കൊണ്ട് ഞങ്ങൾ 5 ദിവസമായി വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. മുറ്റത്ത് പോലും ഇറങ്ങാൻ പറ്റുകേല. അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കള, റൂമെന്ന് പറഞ്ഞ് നടന്ന് 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 പിള്ളേരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് ആകെ മടുത്ത് എന്താ പറയുക, ആകെ ഇറിറ്റേറ്റഡ് ആയി തുടങ്ങി കേട്ടോ അവർക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു മഴ ഒന്ന് കുറഞ്ഞ സമയമായിരുന്നു. അപ്പോൾ ഒന്ന് ഹൈലൈറ്റ് മാളിൽ കൊണ്ടുപോയിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ തന്നെ ലണ്ടൻ ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കയറി 3 റൗണ്ട് അടിച്ചു കേട്ടോ. അപ്പോൾ ഏറ്റവും മുകളിലാണ് അവർ രണ്ടുപേരും ഇരുന്നത്. അപ്പോൾ അവിടെ എന്നെ കയറ്റത്തില്ലായിരുന്നു. അതിനുശേഷം അവിടെ കുറച്ച് എക്സിബിഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് രാജസ്ഥാനി അവിടത്തെയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് ഓർണമെൻറ്റ്സും തുണികളും ഒക്കെ. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് നേരം നോക്കിയതിന് ശേഷം തേവയ്ക്ക് ഇവിടെ പ്ലേ ഏരിയ ഉള്ളത് നന്നായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അവൻ ധൃതി കാണിക്കായിരുന്നേ. അപ്പോൾ അധികം വൈകാതെ പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ പോയി. അവിടെ കയറി കുറേ നേരം ഡെമോയിലാട്ടോ ഇരുന്നത്. കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് താഴേക്ക് ഇറങ്ങി കേട്ടോ. കുറേ നേരം നടക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. പക്ഷെ അതൊന്നും തങ്കിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുറത്ത് എവിടെയെങ്കിലും പോയി സ്നാക്സ് കഴിക്കാമെന്ന് പറഞ്ഞേ. അപ്പോൾ അത് അവൾക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഏറെക്കുറെ ഒരു 1-1.5 മണിക്കൂർ അതിന് നിന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടാവും എന്നുള്ളൊരു ധൈര്യത്തിൽ അധികം വൈകാനും പാടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒരു വാട്ടർ ഫൗണ്ടൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തെയ്യോയ്ക്ക് കണ്ടപ്പോഴത്തേനും അവന് വലിയ ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. ഈ വെള്ളം പൊങ്ങുന്നതും പിന്നെ വലിയ തിരക്കൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് പിള്ളേരെ നോക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വെള്ളം പൊങ്ങുന്ന അതിൻ്റെ ഇടയ്ക്കിടെ ഇങ്ങനെ കളർ മാറുന്നതും ഒക്കെ അവൻ കളറും പറഞ്ഞൊക്കെ അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി പോകാറായപ്പോഴത്തേനും അത്യാവശ്യം നല്ല മഴ പെയ്തേ. ഞങ്ങൾ യൂബർ വിളിച്ച് പോകുന്ന കാരണം കൊണ്ട് കുടയൊന്നും എടുത്തില്ല. പിന്നെ അതും പിടിച്ചുകൊണ്ട് നടക്കണമല്ലോ എന്ന് വിചാരിച്ചു. ചെറുതായിട്ട് മഴ നനഞ്ഞു, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ ഓൾഡ് സ്കൂട്ടിയിൽ നിന്ന് സ്ഥിരം വരാറുള്ള ഒരു കടയാണ്, അവിടെ തന്നെ വന്നു കേട്ടോ. പക്ഷേ അവിടെ ഞങ്ങൾ ചോദിച്ച ജ്യൂസ് ഇല്ലായിരുന്നു, ക്രീം ബണ്ണില്ലായിരുന്നു. അതൊക്കെ അവരുടെ ഒരു സ്ഥിരം ഉള്ളൊരു സ്നാക്സ് ആയിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്രയ്ക്ക് താല്പര്യപ്പെട്ടുമില്ല. തെയ്യോ ആണെങ്കിൽ ഒന്നും കഴിച്ചില്ല കേട്ടോ. സാധാരണ ക്രീം ബണ്ണ് ഉണ്ടെങ്കിൽ അവൻ കഴിക്കുന്ന, അപ്പോൾ ക്രീം ബണ്ണ് കഴിച്ചില്ല, ഇല്ലായിരുന്നു. അതുകൊണ്ട് അത് കഴിച്ചില്ല. ചായ കുടിക്കുന്ന, അപ്പോൾ അവൻ ചായയും കുടിച്ചില്ല, ഒന്നും കുടിച്ചില്ല. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ ഇറങ്ങി. അപ്പോൾ യൂബർ പിടിക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ വരുന്ന ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. പോരാറായപ്പോഴത്തേന് അത്യാവശ്യം മഴയുണ്ടായിരുന്നേ.